സന്ധ്യയുടെ മരവിപ്പ് പടർന്ന ആ വലിയ വീട്ടിലെ സ്വീകരണ മുറിയിൽ നിശബ്ദത കനത്തിരുന്നു. സോഫയിൽ തളർന്നിരുന്ന ചിതന്റെ മുഖത്ത് ആകുലതയുടെ നീലുകൾ പടർന്നു. മേശപ്പുറത്ത് കിടന്ന ഫോണിലേക്ക് നോക്കി അദ്ദേഹം ദീർഘമായി നിശ്വസിച്ചു. എന്താ ചിത്തേട്ട, അവൻ പറഞ്ഞേ? അവന് നിത്യ വേണ്ട എന്നാണോ? മീനാക്ഷിയമ്മയുടെ സ്വരത്ത് നെഞ്ചുപിടക്കുന്ന ഭയം ഉണ്ടായിരുന്നു. ചിതൻ മറുപടി പറയാൻ വൈകിയപ്പോൾ അവരുടെ ആശങ്കകൾ വർദ്ധിച്ചു. എല്ലാം നിന്റെ ആ തിടുക്കം കൊണ്ട മീനാക്ഷി, ചിതൻ ഗൗരവത്തോടെ പറഞ്ഞു. ആകാശിന്റെ ജാതകം നോക്കി ജോത്സ്യൻ പറഞ്ഞതാണ്. അടുത്ത 3 വർഷത്തേക്ക് അവന്റെ ജീവിതത്തിൽ വിവാഹമൊന്നും വേണ്ടെന്ന്. അന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്നീ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. പഠിക്കണമെന്ന മോഹവുമായി നടക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയെ പ്രായവ്യത്യാസം പോലും നോക്കാതെ നമ്മൾ നിർബന്ധിച്ചല്ലേ കല്യാണം കഴിപ്പിച്ചതും. മീനാക്ഷിയമ്മ ഒന്നും വേണ്ടിയില്ല. അവർക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവർ മെല്ലെ സംസാരിച്ചു തുടങ്ങി. നിത്യ നല്ല കുട്ടിയാണ് ചിത്തേട്ട. അവൾ വിചാരിച്ചാൽ ആകാശ് നന്നാവും. സൂരജും ശരണിയും കാണിച്ചു കൂട്ടിയ തെറ്റുകൾക്ക് നിത്യയെ നമ്മളെന്തിന് ഭയക്കേണ്ടത്? നമുക്ക് നിത്യയെ കൂട്ടി കൊച്ചിയിലേക്ക് പോകാം. ആകാശിൻ്റെ വില്ലിൽ അവർ ഒന്നിച്ച് തന്നെ കഴിയട്ടെ. ചിതൻ സംശയത്തോടെ അവരെ നോക്കി. അവളെ അവിടെ ചെന്നാക്കിയാൽ അവൻ എന്തെങ്കിലും ഉപദ്രവിക്കുമോ? ദേഷ്യപ്പെട്ട് ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കാൻ നമ്മളെന്ത് ചെയ്യും? ആകാശിലെ മുൻകോപി എന്നാൽ എന്താണ് ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും അവൻ ചെയ്യില്ല ചിത്തേട്ട. മീനാക്ഷിയമ്മ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നമ്മളോട് ദേഷ്യപ്പെടും, വായക്കിടും, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ പാവത്തിനെ അവനൊന്നും ഇറക്കി വിടില്ല. മനസ്സുകൊണ്ട് രണ്ടുപേരും പരസ്പരം ഒന്ന് അറിഞ്ഞാൽ മതി. എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ലാതെ വേറെ വഴിയില്ല. ശരി, നമുക്ക് നാളെ തന്നെ പുറപ്പെടാം. വെറും 5 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. ചിതൻ തീരുമാനിച്ചുറപ്പിച്ചു. അതേസമയം അപ്പുറത്തെ മുറിയിൽ ശരണ്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് നിത്യ. കേട്ടറിഞ്ഞ സംഭാഷണത്തിന്റെ ഞെട്ടലായിരുന്നു അവൾ. എല്ലാവരും തനിക്ക് വേണ്ടി വിഷമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ നെഞ്ചിൽ വലിയൊരു ഭാരം പോലെ തോന്നി. ചേച്ചി, നിത്യ പതിയെ വിളിച്ചു. എന്താ മോളെ? ശരണ്യ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കാരണമാണോ എല്ലാവരും ഇത്രയും വിഷമം? നിത്യയുടെ ശബ്ദം ഇടറി. അങ്ങനെയൊന്നും പറയരുത് നിത്യ, നീ. ഇതൊന്നും നിന്റെ തെറ്റില്ല. ശരണ്യ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നിത്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മനസ്സിൽ ആകാശിന്റെ മുഖം മാത്രം തെളിഞ്ഞു. വിവാഹ ദിവസം പോലും ചിരിക്കാത്ത, സംസാരിക്കാൻ മടിച്ച, ദേഷ്യം മാത്രം മുഖത്ത് കൊണ്ടിരിക്കുന്ന ആളാണ് ആകാശ്. പക്ഷെ ചേച്ചി, ആകാശേട്ടന് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ശരണ്യ അല്പനേരം മൗനമായി. സത്യം തുറന്നു പറയാൻ അവൾക്കും ഭയമായിരുന്നു. ഇഷ്ടമില്ലാതിരുന്നെങ്കിൽ അവൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു. അവനിപ്പോൾ ദേഷ്യത്തിലായിരിക്കും. കുറച്ച് സമയം നീ കൊടുക്കണം ചേച്ചി. എനിക്ക് പേടിയാ. അവിടെ ചെന്ന ആകാശേട്ടൻ എന്നോട് സംസാരിച്ചില്ലെങ്കിലോ, എന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ. ശരണ്യ അവളെ ചേർത്ത് പിടിച്ചു. ഇങ്ങോട്ട് നോക്ക് നിത്യ, നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് കാര്യം? ശരണ്യ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. നടന്നത് നടന്നുപോയി. ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. കുറച്ച് ധൈര്യമായിരിക്കുന്നു. അത് കേട്ടതും നിത്യ ശരണ്യയുടെ മടിയിൽ നിന്ന് പതിയെ എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. എങ്ങനെയാ ചേച്ചി ഞാൻ ധൈര്യമായിരിക്കും? ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. താലി കെട്ടി അന്ന് തന്നെ അദ്ദേഹം എന്നോട് എങ്ങനെയാണ് സംസാരിച്ചത് ചേച്ചി കണ്ടതല്ലേ? ഇപ്പോയോ? എന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ പോയിരിക്കുന്നു. ആകാശേട്ടൻ ഫോണിൽ സംസാരിച്ചത് നിങ്ങളും കേട്ടതല്ലേ? അവളുടെ ശബ്ദം വിറച്ചു. എനിക്കെന്തോ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയതുപോലെ തോന്നുന്നത്. ഒന്നിനോടും ഒരു വികാരവുമില്ല. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ വിരലുകൾ അറിയാതെ കഴുത്തിലെ താലിയിൽ തഴുകി. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം വെറുതെ ആയില്ലേ ചേച്ചി? അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ശരണ്യ അവളെ ചേർത്ത് പിടിച്ചു. അങ്ങനെയൊന്നും പറയരുത് നിത്യ, എല്ലാം ശരിയാകും. എങ്ങനെ? അവൾ പെട്ടെന്ന് ചോദിച്ചു. നിന്റെ ഭർത്താവ് വിചാരിച്ചാൽ നിന്നെ ഡോക്ടറേറ്റായി പഠിപ്പിക്കാൻ കഴിയും. അതിന് നീയും അദ്ദേഹത്തെ മനസ്സിലാക്കി കുറച്ചനുസരിച്ച് നടക്കണം. അത് കേട്ടതും നിത്യയുടെ മുഖം മാറി. എന്താ ചേച്ചി പറയുന്നേ? അവൾ വിശ്വസിക്കാനാവാത്തതുപോലെ നോക്കി. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ അതേ നിമിഷം തന്നെ ഇവളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോയവർ എന്നെ പഠിപ്പിക്കുമെന്നോ? അവളുടെ കണ്ണുകൾ വേദന നിറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കണമെന്നോ? ഒരു കൈപ്പുള്ള ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. പ്രായത്തിനൊത്ത പക്വത പോലും ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളെ. അവളുടെ ശബ്ദം കടുത്തു. എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മോശമായി പറഞ്ഞു, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മോശമായി പറഞ്ഞു അയാൾ. അതെല്ലാം ചേച്ചി മറന്നു. ശരണ്യ നിശബ്ദയായി നിന്നു. കാരണം നിത്യ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിത്യ തന്നെ വീണ്ടും സംസാരിച്ചു. മതി ചേച്ചി, അവൾ ക്ഷീണത്തോടെ പറഞ്ഞു. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ശരണ്യ അവളെ വിഷമത്തോടെ നോക്കി. നീ പോയി സൂരജേട്ടൻ്റെ കൂടെ സംസാരിക്ക്. നിന്നെ എങ്ങനെ തനിച്ചാക്കി ഞാനെങ്ങനെ പോകും?
അതൊന്നും പ്രശ്നമല്ല. നിത്യ നിർബന്ധിച്ചു. അദ്ദേഹം അസ്വസ്ഥതയായിരിക്കും. നീ പോയി സംസാരിച്ചു നോക്ക്. മറ്റൊരു വഴിയുമില്ലാതെ ശരണ്യ എഴുന്നേറ്റു. ശരി നിത്യ, അവൾ പതിയെ പറഞ്ഞു. ഹാളിലേക്ക് ഇറങ്ങിയപ്പോൾ സൂരജിന്റെ മുറി ഏതാണെന്നറിയാതെ അവൾ ഒരു നിമിഷം നിന്നു. അത് ശ്രദ്ധിച്ച ജിതൻ ചിരിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടകൾ ചൂണ്ടിക്കാട്ടി. വലതുവശത്തുള്ള രണ്ടാമത്തെ മുറിയാണ് മോളെ. അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു. കഴിക്കാനൊട്ടും മനസ്സിലായിരുന്നെങ്കിലും മീനാക്ഷിയമ്മയുടെയും ജിതന്റെയും നിർബന്ധത്തിന് വഴങ്ങി നിത്യയും അവർക്കൊപ്പം ഇരുന്നു. ഒരു വാക്കുപോലും സംസാരിക്കാതെ ഭക്ഷണം കഴിച്ചവൾ വേഗം തന്നെ മുറിയിലേക്ക് പോയി. മനസ്സിൽ നിറയെ വേദന മാത്രമായിരുന്നു. മറുവശത്ത് സൂരജും ശരണയും അവരുടെ മുറിയിലേക്ക് കയറി. വാതിലടിച്ച് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ മുറിയിൽ നൈറ്റ് ലാമ്പിന്റെ മങ്ങിയ വെളിച്ചം മാത്രം ബാക്കിയായിരുന്നു. തങ്ങളുടെ കിടക്കയിലിരുന്ന സൂരജിന്റെ അടുത്തേക്ക് പതിയെ നടന്നു ചെന്നിരുന്നു ശരണ്യ. അവളെ കണ്ടതും സൂരജ് പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. പക്ഷെ അവൾ പതിയെ കൈ പിൻവലിച്ചു. ഇന്നത്തേക്ക് വേണ്ട സൂരജ്. അവൾ ശബ്ദത്തിൽ പതിവില്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. അത് കേട്ടതും സൂരജിന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു പോയി. എന്താ ശരണ്യ? മനസ്സ് ശരിയല്ല, അവൾ പതിയെ പറഞ്ഞു. എൻ്റെ കൂടെ പിറന്നവൾ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കരയുകയാണ്. സൂരജ് നിശബ്ദയായി. അവൾക്കും ഇന്നലെ കല്യാണം കഴിഞ്ഞത്. പക്ഷെ നിങ്ങളുടെ ഏട്ടൻ എന്താ ചെയ്തത് അവളോട്? ഒന്ന് ആലോചിച്ചു നോക്കിയോ നീ? ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി അതേ ദിവസം തന്നെ അവളെ അടിച്ചു. ഒറ്റക്ക് ഉപേക്ഷിച്ചു പോയി. ആശുപത്രി കിടന്നപ്പോൾ പോലും അവളെക്കുറിച്ച് അന്വേഷിച്ചില്ല നിന്റെ ഏട്ടൻ. അവൾ വിഷമത്തോടെ തുടർന്നു. ഇപ്പോൾ കൊച്ചിയിലേക്ക് പോയി സ്വന്തം കാര്യം നോക്കുകയാണ് നിന്റെ ഏട്ടൻ. നിത്യയുടെ മനസ്സിൽ എന്ത് നടക്കുന്നുവെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അയാൾ. സൂരജ് ഒരു ദീർഘനിശ്വാസം വിട്ടു. ശരണ്യ, അല്ല സൂരജ്. അവൾ അവനെ തടഞ്ഞു. എനിക്കിപ്പോൾ സന്തോഷിക്കാൻ കഴിയില്ല. എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെ തകർന്നു കിടക്കുമ്പോൾ നിന്റെ കൂടെ ഇരുന്ന് ചിരിക്കാനും സന്തോഷിക്കാനും എനിക്ക് കഴിയില്ല സൂരജ്. അവളുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. നിത്യയുടെ ജീവിതം ഒന്ന് ശരിയാകട്ടെ. അത് കേട്ടതും സൂരജിന്റെ മുഖം മങ്ങി. എന്താ നീ പറയുന്നത് ശരണ്യ? അവൻ അസ്വസ്ഥനായിക്കൊണ്ട് ചോദിച്ചു. അവളുടെ ജീവിതം ശരിയായിക്കോളും. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. നമ്മുടെ കല്യാണം ഇന്നല്ലേ കഴിഞ്ഞത്? ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രിയും. അവൻ്റെ ശബ്ദം പതിഞ്ഞു. നിനക്കറിയാമോ, ഇതുവരെ നിന്നിൽ നിന്ന് എനിക്കൊരു ഉമ്മ പോലും കിട്ടിയിട്ടില്ല. ഒരു ചെറുപുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. എത്ര നാളായി ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയും. പക്ഷെ ശരണ്യയുടെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ അത്ര പ്രധാനമാണോ? അവൾ ചോദിച്ചു. പ്രധാനമാണ്, സൂരജും തുറന്നു പറഞ്ഞു. കാരണം ഇത് നമ്മുടെ ജീവിതമാണ്. അവനും തുടർന്നു. നമ്മൾ രണ്ടുപേരും അകന്നു നിന്നാൽ മാത്രം നിത്യയുടെ ജീവിതം ശരിയാക്കും. ശരണ്യ അത് കേട്ട് മിണ്ടിയില്ല. നാളെ അച്ഛനും അമ്മയും അവളെ കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഏട്ടൻ്റെ വില്ലിൽ കൊണ്ടാക്കി കൊണ്ടുവരും. അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അത്ര നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേട്ടതും ശരണ്യക്ക് ദേഷ്യം വന്നു. അതെങ്ങനെയാടാ നിങ്ങൾ ഇരുവരും ഇങ്ങനെ സുഹൃത്തരാകുന്നത്? സൂരജ് അത് കേട്ട് ഞെട്ടി. ശരണ്യ, നിന്റെ ഏട്ടന് സ്വന്തം ദേഷ്യം കാരണം എൻ്റെ അനിയത്തെ ഉപേക്ഷിച്ചു പോയി. അവളുടെ ശബ്ദമുയർന്നു. ഇപ്പോൾ നീയും നിന്റെ സന്തോഷം മാത്രം നോക്കുന്നത് തന്നെ. അതല്ല, അതാണ്, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് 34 വയസ്സുണ്ട്. നിത്യക്ക് എത്ര വയസ്സാണെന്ന് അറിയാമോ നിനക്ക്? അവളുടെ കണ്ണുകളിൽ വെറുപ്പായിരുന്നു. ആകാശിനോടുള്ള ഒരു കുഞ്ഞു പെണ്ണിൻ്റെ മനസ്സ് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യൻ. അവൾ പല്ല് കടിച്ചു. ചി, എന്ത് മനുഷ്യനാണ് അയാൾ! ആ വാക്കുകൾ സൂരജിന് ക്ഷമയുടെ അതിരുകൾ തൊട്ടു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. മതി ശരണ്യ, എൻ്റെ ഏട്ടനെക്കുറിച്ച് പറഞ്ഞത്. ശബ്ദം കടുത്തിരുന്നു. ഇപ്പോൾ ഈ മുറിയിൽ നിന്ന് എൻ്റെ ഏട്ടനെക്കുറിച്ച് നീ സംസാരിക്കേണ്ട. അവൻ ശരണ്യയുടെ തോളിൽ പിടിച്ചു. എന്നെക്കൊണ്ട് ഇനി നിയന്ത്രിക്കാൻ കഴിയില്ല. അവൻ്റെ ശ്വാസം വേഗത്തിലായിരുന്നു. ഇതിനകം തന്നെ നിന്നോട് എനിക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടെന്ന് നിനക്കും അറിയാം. അത് കേട്ട് ശരണ്യ പുച്ഛത്തോടെ ചിരിച്ചു. ഷോ, അവൾ മുഖം തിരിച്ചു. എന്ത് മനുഷ്യനാണ് നീ! സൂരജിന്റെ മുഖം വലിഞ്ഞു മുറുകി. രാവിലെ വരെ നീ എൻ്റെ ഏട്ടന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുമായിരുന്നല്ലോ, അവൾ കടുപ്പത്തോടെ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ മേൽ നിനക്ക് ഇത്ര മോഹോ? ഒരു നിമിഷം അവൾ അവനെ തുറച്ചു നോക്കി. ഒരു വേള നീ പറഞ്ഞത് കേട്ട് നിന്റെ ഏട്ടനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് ഞാൻ വരുന്നതെങ്കിൽ പോലും. അത് പറഞ്ഞതും അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു സൂരജ്. അവളുടെ വാക്കുകൾ പൂർത്തിയാക്കുന്ന മുമ്പ് സൂരജിന്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞു. ഒരു നിമിഷം മുറി നിശബ്ദമായി. ശരണ്യ ഞെട്ടലോടെ അവനെ നോക്കി. സൂരജിന്റെ നെഞ്ച് ഉയർന്നു താന്നു. വാക്കുകൾ അളന്ന് സംസാരിക്കണം നീ. അവന്റെ ശബ്ദം വിറച്ചിരുന്നു. ചേട്ടന്റെ ഭാര്യ എനിക്ക് അമ്മയുടെ തുല്യമാണടി.